ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർച്ചന. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചൂരയുടെ തലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അടി കട്ടിയുള്ള നല്ലൊരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൊക്കനട്ട് ഓയിലാണ് മീൻകറി തയ്യാറാക്കാൻ എപ്പോഴും നല്ലത്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് എല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നേർപ്പിച്ച് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ തീ ഒന്ന് കുറച്ച് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിച്ചിട്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പില തണ്ടോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്ന. കാര്യം കട്ടിയില്ലാത്ത പിഞ്ച് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് എൻ്റെ മുകൾ ഭാഗത്ത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 3, വലിയ സവാളയാണെങ്കിൽ നമ്മളൊരു 2 സവാളയും ചേർത്താൽ മതിയാകും. ഇതിനകത്തേക്ക് ഞാൻ ഈ കറി വേവാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഉള്ളി പെട്ടെന്ന് വഴരാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും വളരെ രുചിയാണ്. ഇനി ഇതിനകത്തേക്ക് ടേബിൾ സ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയുള്ള പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ കുറച്ച് കുടംപുളി, ഒരു 5-6 അല്ലി കുടംപുളി ചൂടുവെള്ളത്തിയിട്ട് വച്ചിരുന്നു. അതിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവി തിളച്ച് കിട്ടുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മീനിൻ്റെ തല നല്ല രീതിയിൽ കഴുകിയിട്ട് ചെറിയ പീസുകളാക്കാതെ ഈ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കഷ്ണങ്ങളും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്താൽ മതിയാകും. വളരെ എളുപ്പത്തിലും വളരെ രുചിയോടും കൂടി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീൻ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചിരട്ട തേങ്ങയുടെ പാലെടുത്ത് കൊടുക്കുന്നുണ്ട്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് നമുക്കിതിനെ ഒന്ന് പറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാൽ കിടന്നിട്ട് നല്ല രീതിയിൽ മീൻതല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറുകിയ ചാറാണ് വേണ്ടതെങ്കിൽ മീൻ നല്ല രീതിയിലൊന്ന് പറ്റിച്ചെടുത്താൽ മതിയാവും. അതല്ല ഈ ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗ്യാസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ചോറിനൊപ്പവും അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കൊപ്പവും ചീനിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീൻകറിയാണിത്. ഇത് ചൂരയുടെ തല കൊണ്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് മീനിൻ്റെ തല ഉപയോഗിച്ചിട്ടും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിനി എന്തെങ്കിലും ഇതുപോലുള്ള വേറെ ഏതെങ്കിലും റെസിപ്പി ഞാൻ ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.